അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 18 തിങ്കളാഴ്ച. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കവുമായി ഇന്ത്യ സഖ്യയോഗം ഇക്കാര്യം ചർച്ച ചെയ്തു. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. BJP വക്താവിനെ പോലെയാണ് കമ്മീഷൻ സംസാരിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളെ രാഷ്ട്രീയമായി നേരിടാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. വോട്ട് ചോരി ആരോപണത്തിൽ കടുത്ത നിലപാടിൽ കോൺഗ്രസ്. കൂടുതൽ സംസ്ഥാനങ്ങളിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരാൻ നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകില്ല. സംസ്ഥാനങ്ങളിൽ കമ്മീഷനെതിരെ പ്രതിഷേധം വ്യാപിപ്പിക്കാനും നീക്കമുണ്ട്. നിലപാട് തിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ഒരാഴ്ച കാലാവധിയാണ് നൽകിയത്. പരാതി ചോർച്ച വിവാദത്തിനിടെ CPM PB യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തിനായി ദില്ലിയിലേക്ക് തിരിച്ചു. വിവാദ വ്യവസായി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ PBക്ക് കിട്ടിയ പരാതി ചോർന്നത് ചർച്ചയായിരിക്കെയാണ് യോഗം ചേരുന്നത്. അതേസമയം ഇക്കാര്യം അജണ്ടയിലില്ലെന്ന് കേന്ദ്ര നേതാക്കൾ പറഞ്ഞു. വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കാൻ MA ബേബി അടക്കമുള്ള നേതാക്കൾ തയ്യാറായില്ല. അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് വിവാദ പ്രവാസി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ 2 വർഷം മുൻപ് പോലീസിൽ നൽകിയ പരാതിയിൽ മുഹമ്മദ് ഷർഷാദ് ഉന്നയിക്കുന്നത്. P ശ്രീരാമകൃഷ്ണൻ, ശ്യാം ഗോവിന്ദൻ, MB രാജേഷ്, തോമസ് ഐസക് എന്നിവരുടെ ബിനാമിയാണ് രാജേഷ് എന്ന് പരാതിയിൽ ആരോപിക്കുന്നു. കിങ്ഡം എന്ന സെക്യൂരിറ്റി സർവീസ് സ്ഥാപനത്തിൽ 4 പേർക്കും നിക്ഷേപമുണ്ടെന്നും ഷർഷാദ് പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. മകനെതിരെ CPMലെ പരാതി ചോർച്ചാ വിവാദങ്ങളിൽ പ്രതികരിക്കാതെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കത്തിന്റെ പകർപ്പ് എല്ലാവരുടെയും പക്കൽ ഉണ്ടല്ലോ എന്ന് മാത്രം പറഞ്ഞ ഗോവിന്ദൻ ഇത്തരം അസംബന്ധങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും മറ്റു കാര്യങ്ങൾ പിന്നെ പറയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ അളവറ്റ അഴിമതി പണം മക്കളുടെ പേരിൽ വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു. വിവിധ സർക്കാർ പദ്ധതികളുടെ കരാറുകളിൽ നിന്നും സാധന സാമഗ്രികൾ വാങ്ങുന്ന കമ്പനികളിൽ നിന്നും കമ്മീഷനായി ലഭിച്ച ഭീമമായ തുകയാണ് ബാങ്ക് നിക്ഷേപമായി മാറിയിട്ടുള്ളത്. ചുക്കിനും ചുണ്ണാമ്പിനും വകയില്ലാതിരുന്ന പല രാഷ്ട്രീയ നേതാക്കളുടെയും കുടുംബാംഗങ്ങൾ ആർഭാട ജീവിതമാണ് നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുരേഷ് ഗോപിയുടെ വാനര പരാമർശത്തിൽ പ്രതികരിച്ച് K മുരളീധരൻ. തൃശൂരിലെ വോട്ടർമാരെയാണ് സുരേഷ് ഗോപി വാനരന്മാർ എന്ന് ഉദ്ദേശിച്ചതെന്നും അങ്ങനെയെങ്കിൽ അതിന് അടുത്ത തവണ വോട്ടർമാർ മറുപടി പറയുമെന്നുമാണ് മുരളീധരൻ പറഞ്ഞത്. വ്യാജ വോട്ടർമാരെ വെച്ച് ജയിച്ച MP യാണ് സുരേഷ് ഗോപി. രാഹുൽ ഗാന്ധിയോട് മാപ്പ് ആവശ്യപ്പെടുന്ന കമ്മീഷൻ എന്തുകൊണ്ട് അനുരാഗ് ഠാക്കൂറിനോട് മാപ്പ് ആവശ്യപ്പെടുന്നില്ല എന്നും മുരളീധരൻ ചോദിച്ചു. TP ചന്ദ്രശേഖരൻ കേസ് പ്രതി കൊടി സുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ജയിലിനകത്തും പുറത്തും ലഹരി മരുന്ന് കച്ചവടം എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ജനുവരിയിലാണ് ന്യൂമാഹി ഇരട്ടക്കൊലക്കേസ് വിചാരണയ്ക്ക് വേണ്ടി കൊടി സുനിയെ തവനൂരിൽ നിന്ന് കണ്ണൂരിൽ എത്തിച്ചത്. പാലിയേക്കര ടോൾ കേസിൽ കേന്ദ്രത്തോട് ചോദ്യങ്ങളുമായി സുപ്രീം കോടതി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. കഴിഞ്ഞ ദിവസത്തെ പത്രം കണ്ടിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു. റോഡ് അവസ്ഥ എത്ര പരിതാപകരമാണെന്നും അതാണ് പ്രധാന പ്രശ്നമെന്നും ഒരു ലോറി കേടായത് കാരണമുണ്ടായ യാത്രാ ദുരിതം എത്രയെന്നും കോടതി ചോദിച്ചു. ട്രാഫിക് ഇല്ലെങ്കിൽ 1 മണിക്കൂർ മാത്രം എടുക്കേണ്ട ദൂരമെന്ന് കോടതി നിരീക്ഷിച്ചു. മലയാള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അദ്ദേഹം ആവർത്തിച്ചു. 4ാം ക്ലാസ്സിലെ പരിഷ്കരിച്ച പരിസര പഠനം ടീച്ചേഴ്സിന്റെ ടെക്സ്റ്റിന്റെ കരടിൽ പിഴവ് വരുത്തിയതിൽ കടുത്ത നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ്. പിശക് വരുത്തിയ രചനാ സമിതി അംഗങ്ങളെ ഡീബാർ ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. ചരിത്ര വസ്തുതകൾ വളച്ചൊടിക്കുന്ന കേന്ദ്ര നയമല്ല കേരളത്തിന്റേതെന്നും ഭരണഘടനാ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചരിത്ര വസ്തുതകളെ യഥാർത്ഥ ബോധത്തോടെ കുട്ടികളിലേക്ക് എത്തിക്കുകയെന്ന നയമാണ് പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ കേരളം സ്വീകരിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി.
ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ റാപ്പർ വേടനെതിരെ കൂടുതൽ പരാതികൾ. റാപ്പർ വേടൻ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് 2 യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സുന്ദരിപ്പൂവേ പൂത്തുമ്പികളെ Pulimutil Silks presents Unskippable Onam Collections. Starts at just ₹299. കൊയിലാണ്ടി തോരായിക്കടവ് പാലം തകർന്നതിൽ KRFBക്കെതിരെ ആരോപണവുമായി കിഫ്ബി രംഗത്ത്. അംഗീകൃത രൂപകൽപ്പനയിൽ നിന്ന് വ്യതിചലിച്ചായിരുന്നു പാലം നിർമ്മാണമെന്നും ഇക്കാര്യം പരിശോധനയിൽ കണ്ടെത്തിയിരുന്നുവെന്നും ഇതു സംബന്ധിച്ച് മെയ് 19 മെമ്മോ നൽകിയിട്ടും KRFB വിശദീകരണം നൽകിയില്ലെന്നും കിഫ്ബി വ്യക്തമാക്കി. പാലം തകർച്ചയിൽ പൊതുമരാമത്ത് മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കെയാണ് കിഫ്ബി ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോതമംഗലത്തെ 23-കാരിയായ യുവതിയുടെ ആത്മഹത്യയിൽ അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് സേലത്ത് നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് തന്നെ കോതമംഗലത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും. ഇരുവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. നിലവിൽ റിമാൻഡിലുള്ള റമീസിനായി സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കാസർഗോഡ് കുണ്ടംകുഴി GHSSലെ അധ്യാപകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചുപൊട്ടിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇതിനിടെ വിദ്യാർത്ഥിയെ അധ്യാപകൻ അടിച്ചെന്ന് സമ്മതിച്ചതായി PTA പ്രസിഡന്റ് വ്യക്തമാക്കി. അടിച്ചത് ലക്ഷ്യം തെറ്റിയതാണെന്ന് ഹെഡ്മാസ്റ്റർ വിശദീകരിച്ചെന്നും PTA പ്രസിഡന്റ് M. മാധവൻ പറഞ്ഞു. കാസർഗോഡ് അധ്യാപകൻ വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചു തകർത്ത സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. കാസർഗോഡ് ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. വിദ്യാർത്ഥികൾ തെറ്റു ചെയ്താൽ നിയമം നോക്കി മാത്രമേ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂവെന്നും ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നിലയുണ്ടാകാൻ പാടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകിനെതിരെ പ്രശാന്ത് IAS വീണ്ടും രംഗത്ത്. പാസ്പോർട്ട് പുതുക്കുന്നതിന് NOC നൽകാതെ ചീഫ് സെക്രട്ടറി പിടിച്ചുവെച്ചുവെന്നും ഇതുമൂലം കൊളംബോയിലെ സ്കൂൾ ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കാനായില്ലെന്നും N. പ്രശാന്ത് ആരോപിച്ചു. FB പോസ്റ്റിലൂടെയാണ് N. പ്രശാന്ത് ആരോപണം ഉന്നയിച്ചത്. കിഴക്കമ്പലത്ത് 2020 ഭരിക്കുന്ന പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണിതുകൊണ്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡിനെ ചൊല്ലി CPM 2020 പോര്. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിന്റെ പണി ഇഴയുന്നുവെന്നാരോപിച്ച് ബാരിക്കേഡ് വച്ചടച്ച സ്റ്റാൻഡ് CPM തുറന്നു നൽകി. പണിയിഴയാൻ കാരണം ഈ നാട്ടിലെ വ്യവസ്ഥിതിയാണെന്ന് 2020 തിരിച്ചടിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിഴക്കമ്പലത്ത് കൊണ്ടും കൊടുത്തും ഇരു പാർട്ടികളും പോര് കടുപ്പിക്കുകയാണ്. ജയിൽ വകുപ്പിന്റെ ഭക്ഷണശാലയിൽ മോഷണം. പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ ഭാഗമായുള്ള പൂജപ്പുരയിലെ കഫറ്റീരിയയിൽ വെച്ചിരുന്ന 4 ലക്ഷം രൂപയാണ് മോഷണം പോയത്. ഇന്ന് ട്രഷറിയിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പണമാണ് മോഷണം പോയതെന്നാണ് ജയിൽ വകുപ്പ് അധികൃതർ പറയുന്നത്. തടവുകാർ ഉൾപ്പെടെയാണ് കഫയിൽ ജോലി ചെയ്യുന്നത്. സ്ഥലത്തെ ഒരു ക്യാമറ പോലും പ്രവർത്തിക്കുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്നലെ രാത്രി മോഷണം നടന്നതായാണ് വിവരം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരം. നിലവിൽ വെന്റിലേറ്ററിലാണ് കുട്ടിയുള്ളത്. കിണറിലെ വെള്ളമാണ് രോഗത്തിന്റെ ഉറവിടമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. രോഗം സ്ഥിരീകരിച്ച അന്നശ്ശേരി സ്വദേശിയായ 49-കാരൻ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഉള്ളത്. ജില്ലയിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ റൈഡർ പരിശോധനയുടെ ഭാഗമായി കൊല്ലത്ത് മദ്യപിച്ച് വാഹനമോടിച്ച 17 ബസ് ഡ്രൈവർമാർ പിടിയിൽ. കൊല്ലം നഗരത്തിൽ സ്വകാര്യ KSRTC സ്കൂൾ ബസ്സുകൾ കേന്ദ്രീകരിച്ചായിരുന്നു സിറ്റി പോലീസിന്റെ മിന്നൽ പരിശോധന. രാവിലെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിലും KSRTC ബസ്സുകളിലും സ്കൂൾ ബസ്സുകളിലും പോലീസ് പരിശോധന നടത്തി. ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചായിരുന്നു പരിശോധന. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തതായി പരാതി. സെർവർ ഡേറ്റാബേസ് ഹാക്ക് ചെയ്തുവെന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സൈബർ പോലീസിൽ പരാതി നൽകിയത്. പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തു. 2 മാസങ്ങൾക്ക് മുൻപ് ജൂൺ 13-ാം തീയതിയാണ് പോലീസിൽ പരാതി നൽകിയതെന്നാണ് FIR രേഖകളിൽ നിന്നും വ്യക്തമാക്കുന്നത്.
പാലക്കാട് കൊഴിഞ്ഞമ്പാറയിൽ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങിയ വിദ്യാർത്ഥിനി മരിച്ചു. കൊഴിഞ്ഞമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി നഫീസത്ത് മിസ്രിയയാണ് മരിച്ചത്. രക്ഷിതാവിനൊപ്പം സ്കൂളിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥിനിയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങുകയായിരുന്നു. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും മറ്റു വിഷയങ്ങൾക്കുമെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ MP-മാർ പൊതുമുതൽ നശിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഇത് തുടരുകയാണെങ്കിൽ തനിക്ക് ചില നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം MP-മാർക്ക് മുന്നറിയിപ്പ് നൽകി. ഹൈദരാബാദിൽ ശോഭായാത്രയ്ക്കിടെ വൈദ്യുതാഘാതമേറ്റ് 5 മരണം. രഥം വൈദ്യുത ലൈനിൽ തട്ടിയാണ് അപകടമുണ്ടായത്. പ്രദേശവാസികളാണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. ഉപ്പൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രാമന്തപുരിയിലാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രിയാണ് അപകടം നടന്നത്. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ മാവോയിസ്റ്റുകൾ നടത്തിയ കുഴിബോംബ് സ്ഫോടനത്തിൽ 1 ജവാൻ കൊല്ലപ്പെട്ടു. ജില്ലാ റിസർവ് ഗാർഡ് ജവാനാണ് കൊല്ലപ്പെട്ടത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉത്തർപ്രദേശ് മുൻ MLA-ക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്ത് ബംഗളൂരു പോലീസ്. UP-യിലെ ദേബ നിയോജക മണ്ഡലത്തിലെ മുൻ MLA ഭഗവാൻ ശർമ്മയ്ക്കെതിരെയാണ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന 40-കാരിയുടെ പരാതിയിൽ ബംഗളൂരു എയർപോർട്ട് പോലീസാണ് ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തത്. വിമാനത്താവളത്തിന് സമീപത്തെ ഹോട്ടലുകളിലും ബംഗളൂരു നഗരത്തിലും ചിത്രദുർഗയിലും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. ദില്ലിയിൽ വീണ്ടും സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി. ദില്ലി പബ്ലിക് സ്കൂൾ, ഡൽഹി കോൺവെന്റ് സ്കൂൾ, ശ്രീറാം വേൾഡ് സ്കൂൾ, ദ്വാരക പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിലാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഭീഷണി സന്ദേശം ലഭിച്ചതിന് പിന്നാലെ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും സ്കൂളിൽ നിന്ന് ഒഴിപ്പിച്ചു. ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശങ്ങൾ എത്തിയത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് പിന്തുണ തേടി BJP പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കണ്ടേക്കും. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും CP രാധാകൃഷ്ണൻ തേടുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഐക്യകണ്ഠേന ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനാണ് നീക്കമെന്നും BJP വ്യക്തമാക്കിയിരുന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യ നിലപാടിനൊപ്പമെന്ന് DMK. ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ പറഞ്ഞു. NDA തമിഴനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സന്തോഷമുണ്ടെന്നും പക്ഷേ CP രാധാകൃഷ്ണൻ BJPയുടെ സ്ഥാനാർത്ഥിയല്ലേ എന്നും BJP സ്ഥാനാർത്ഥിയെ ഞങ്ങൾ എങ്ങനെ പിന്തുണയ്ക്കുമെന്നും ഇളങ്കോവൻ ചോദിച്ചു. ഗവർണറായിരിക്കെ CP തമിഴ്നാടിനെ എന്തു ചെയ്തുവെന്നും തമിഴ്നാടിന് അർഹതമായ വിഹിതം നൽകുകയാണ് BJP ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിലെത്തുന്ന ശുഭാംശു ശുക്ലയെ MP-മാരുടെ നേതൃത്വത്തിൽ ആദരിക്കും. പാർലമെന്റിൽ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയെക്കുറിച്ച് പ്രത്യേക ചർച്ച നടത്തും. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദികൾ ഉപേക്ഷിച്ച കൂട്ടക്കുഴിമാടത്തിൽ ഇറാഖ് തുറന്ന് പരിശോധന ആരംഭിച്ചു. IS ഭീകരർ അവരുടെ സ്വയം പ്രഖ്യാപിത ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ച മൊസൂളിന് തൊട്ടടുത്താണ് കൂട്ടക്കുഴിമാടം സ്ഥിതി ചെയ്യുന്നത്. ഫോറൻസിക് വിദഗ്ധർ, കോടതി എന്നിവയുടെ സാന്നിധ്യത്തിലാണ് 1 ദശാബ്ദത്തിന് മുൻപുള്ള കൂട്ടക്കുഴിമാടത്തിൽ പരിശോധന നടത്തുന്നത്. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും അമേരിക്ക നിരീക്ഷിക്കുന്നുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ താൻ ഒരു വെടിനിർത്തലിന് ഇടനിലക്കാരനായി എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് മാർക്കോ റൂബിയോയുടെ പ്രതികരണം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ആഗ്രഹിച്ചാൽ റഷ്യയുമായുള്ള അവരുടെ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈന് നാറ്റോയിൽ പ്രവേശനം നൽകില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് സെലൻസ്കിയോട് ക്രിമിയൻ ഉപദ്വീപ് ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.